എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 11 വിശ്വരൂപ ദർശന യോഗം. കഴിഞ്ഞ ഭാഗത്ത് 14ാമത് ശ്ലോകം വരെയാണ് നോക്കിയത്. ആ ഭഗവാന്റെ വിശ്വരൂപം കണ്ട് വിസ്മയപ്പെട്ട് തൊഴുകൈകളോടെ അർജുനൻ പറയാൻ തുടങ്ങുന്ന ആ 14ാമത് ശ്ലോകം നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് കേട്ടു അല്ലേ? എന്താണ് അർജുനൻ പറയാൻ തുടങ്ങുന്നത് എന്നാണ് 15ാമത് ശ്ലോകത്തിൽ നോക്കാം. ശ്ലോകം 15. അർജുന ഉവാച പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തദാ ഭൂതമശേഷസംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ്ച സർവാനുരഗാംശ്ച ദിവ്യാൻ. ദേവ തവ ദേഹേ, ഭഗവാനെ നിന്തിരുവടിയുടെ ദേഹത്തിൽ, ദേവാൻ തഥാ ദേവന്മാരെയും, തഥാ അതേപോലെ, സർവാൻ ഭൂതവിശേഷസംഘാൻ സകല ജീവജാലങ്ങളെയും, കമലാസനസ്ഥം കമലാസനത്തിൽ അതായത് താമരയിൽ ഇരിക്കുന്ന, ഈശം ബ്രഹ്മാണം ഈശനായ ബ്രഹ്മാവിനെയും, സർവാൻ ഋഷീം ച സർവ ഋഷിമാരെയും, ദിവ്യാൻ ഉരകാൻ ച പശ്യാമി ദിവ്യസർപ്പങ്ങളെയും ഞാൻ കാണുന്നു എന്നാണ് അർജുനൻ പറയുന്നത്. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഭഗവാനെ അവിടുത്തെ ശരീരത്തിൽ ദേവന്മാരെയും എല്ലാ ജീവജാലങ്ങളെയും, കമലാസനത്തിലിരിക്കുന്ന ഈശനെയും ബ്രഹ്മാവിനെയും എല്ലാ ഋഷിമാരെയും ദിവ്യസർപ്പങ്ങളെയും ഞാൻ കാണുന്നു എന്ന്. ബ്രഹ്മാണം അതായത് ബ്രഹ്മാവ്, കമലാസനസ്ഥം സൃഷ്ടികർത്താവായ മഹാവിഷ്ണു, ഈശം സംഹാരമൂർത്തിയായ ശിവൻ, പിന്നെ ഋഷിമാർ, മാത്രമല്ല ഉരകങ്ങളെന്ന് വെച്ചാൽ ആ ദിവ്യമായ സർപ്പങ്ങൾ, ആ സൃഷ്ടികർത്താവ് മുതൽ ഭൂമിയിലുള്ള ഇഴജന്തുക്കൾ വരെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം പെട്ടു എന്നർത്ഥം. ആ വിരാട് പുരുഷൻ്റെ ശരീരത്തിൽ, ഇല്ലെങ്കിൽ ആ ശരീരത്തിൻ്റെ അംഗങ്ങളായിട്ടാണ് അർജുനൻ ഇതെല്ലാം തോന്നുന്നത്. ശ്ലോകം ഒന്നുകൂടെ നോക്കാം. അർജുന ഉവാച പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂതമശേഷസംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ്ച സർവാനുരഗാംശ്ച ദിവ്യാൻ. ശ്ലോകം 16. അനേകബാഹൂദരവക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോ അനന്തരൂപം നാന്തം ന മധ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. അനേകബാഹൂദരവക്ത്രനേത്രം, അസംഖ്യം കൈകളും വയറുകളും വായുകളും കണ്ണുകളുമൊക്കെ ഉള്ള, അനന്തരൂപം ത്വാം അനന്തമായ ആ നിന്തിരുവടിയെ, അറ്റമില്ലാത്ത അവസാനമില്ലാത്ത നിന്തിരുവടിയെ സർവത പശ്യാമി ഞാൻ എല്ലാ ദിക്കിലും കാണുന്നു. വിശ്വേശ്വര വിശ്വരൂപ, വിശ്വേശ്വരനായ ഹേ വിശ്വരൂപ, തവ ആദിം നിന്തിരുവടിയുടെ ആദിയും, മധ്യം ന പുനഃ അന്തം ന മധ്യവും അന്തവും ഒന്നും ഞാൻ കാണുന്നില്ല എന്ന്. എണ്ണമറ്റ കൈകളും ഉദരങ്ങളും മുഖങ്ങളും കണ്ണുകളുമുള്ള, അവസാനമില്ലാത്ത അറ്റമില്ലാത്ത രൂപത്തോടുകൂടിയ ആ നിന്തിരുവടിയെ ഞാൻ എല്ലാ ദിക്കിലും കാണുന്നു എന്നാണ് ആര് പറയുന്നത്? അർജുനൻ. പ്രപഞ്ചത്തിൻ്റെ സ്പന്ദനം പോലും ആ പരമാത്മശക്തിയിലാണ് സംഭവിക്കുന്നത് എന്ന്. അവിടുത്തെ ആദിയോ മധ്യമോ അന്തമോ ഒന്നും ഞാൻ കാണുന്നില്ല. അതായത് വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് ഈ പരമാത്മ ചൈതന്യം എന്നർത്ഥം. പലതരത്തിലും പല നിറത്തിലുമൊക്കെയുള്ള ഒരു പൂമാലയിലെ പൂക്കൾ പോലെ സചേതനവും അചേതനവുമായതെല്ലാം ആ വിരാട് രൂപത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ആർക്ക് തോന്നുന്നു? അർജുനന് തോന്നുന്നു, അർജുനൻ കാണുന്നു എന്നർത്ഥം. ശ്ലോകം 16 ഒന്നുകൂടെ നോക്കാം. അനേകബാഹൂദരവക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോ അനന്തരൂപം നാന്തം ന മധ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപം. ശ്ലോകം 17. കിരീടിനം ഗദിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർക്കദ്യുതമപ്രമേയം. കിരീടിനം ഗദിനം ചക്രിണം ച, കിരീടം ഗദ ചക്രം ഇവയോടു കൂടിയവനായും, തേജോരാശിം തേജോമയനായും, സർവത ദീപ്തിമന്തം
സർവത്ര പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നവനായും ദുർനിരീക്ഷ്യം, അതായത് നേരെ നോക്കാൻ വയ്യാത്ത വിധം ദീപ്താനലാർക്കദ്വിതീം ജ്വലിക്കുന്ന അഗ്നിയുടെയും സൂര്യൻ്റെയും പ്രഭയുള്ളവനായും അപ്രമേയം ത്വാം അളക്കാൻ വയ്യാത്തവനായും അങ്ങയെ സമന്താത് പശ്യാമി എല്ലായിടത്തും ഞാൻ കാണുന്നു. കിരീടം ഗദാചക്രം എന്നിവയോടു കൂടിയവനായും നോക്കാൻ വയ്യാത്ത വിധം, നോക്കാൻ പറ്റാത്ത വിധം ജ്വലിക്കുന്നവനായും, അതായത് അഗ്നിയുടെയും സൂര്യൻ്റെയും ഒക്കെ പ്രഭയോടു കൂടിയവനായിട്ട് ഞാൻ അങ്ങയെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനായി കാണുന്നു എന്ന്. കിരീടം ഗദാചക്രം ഇതൊക്കെ ചില അടയാളങ്ങളാണ്, ചിഹ്നങ്ങളാണ് അല്ലേ. പോലീസ്, പട്ടാളം, കോടതി ഇതിനൊക്കെ ഒരു അടയാളങ്ങളുണ്ട്. ദേശീയ പതാക അതൊരു അടയാളമാണ്, അടയാളത്തിനപ്പുറം അതൊരു വികാരമാണ് എന്നതുപോലെ കിരീടം അധികാരം കൈയാളുന്ന അല്ലെങ്കിൽ അതിനുള്ള മനോനിയന്ത്രണമുള്ള കാര്യക്ഷമനായ ഒരു ഭരണാധികാരിയുടെ രാജചിഹ്നമാണ് കിരീടം. അതേപോലെ തന്നെ താമര ഹൈന്ദവരെ സംബന്ധിച്ച് ശുഭത്തിൻ്റെ ലക്ഷണവും പ്രതീകവുമാണ്. അതേപോലെ ശംഖധ്വനി ധർമ്മകാഹളത്തിൻ്റെ ധ്വനിയാണ്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ തന്നെ ശബ്ദമാണത്. ഇതിനെയൊക്കെ അവഗണിക്കുന്നവരെ പ്രഹരിക്കാനുള്ളതാണ് എന്ത്? ഗദ. ചുരുക്കി പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഉത്തമ ഭാവങ്ങൾ മാത്രമല്ല അധമഭാവങ്ങളും എല്ലാം അർജുനൻ ആ വിരാട് രൂപത്തിൽ കാണുന്നു എന്ന്. ആ 17ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. കിരീടിനം ഗദിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്ദം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർക്കദ്യുതമപ്രമേയം. ശ്ലോകം 18. ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയ ശാശ്വതധർമ്മഗോപ്താ സനാതനസ്ത്വം പുരുഷോ മതോ മേ. ത്വം വേദിതവ്യം പരമം, അവിടുന്നാണ് അറിയപ്പെടേണ്ട പരമവും അക്ഷരം, അക്ഷരവുമായ ബ്രഹ്മം. ത്വം അസ്യ വിശ്വസ്യ, അവിടുന്നാണ് വിശ്വത്തിൻ്റെ പരം നിധാനം, പരമമായ ശ്രേയസ്. ത്വം അവ്യയ, അവിടുന്ന് തന്നെയാണ് സനാതനധർമ്മങ്ങളുടെ ശാശ്വതധർമ്മഗോപ്ത, അതായത് നിത്യരക്ഷകൻ. ത്വം സനാതന പുരുഷ, അവിടുന്ന് തന്നെയാണ് പരമമെന്നും മേമത എനിക്ക് തോന്നുന്നു എന്നാണ് അർജുനൻ പറയുന്നത്. അവിടുന്ന് തന്നെയാണ് അറിയപ്പെടേണ്ട പരമവും അക്ഷരബ്രഹ്മവും, അവിടുന്ന് തന്നെയാണ് ഈ വിശ്വത്തിൻ്റെ പരമമായ ആശ്രയവും, അവിടുന്ന് തന്നെയാണ് സനാതനധർമ്മത്തിൻ്റെ രക്ഷകനും, അവിടുന്ന് തന്നെയാണ് ബ്രഹ്മമെന്നും ഞാൻ അറിയുന്നു. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും നിരന്തരം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ആധുനിക സയൻസും തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിരന്തരം ഇങ്ങനെ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കണമെങ്കിൽ മാറ്റമില്ലാത്തതായി എന്തോ ഒന്നുണ്ട്, ഉണ്ടായേ തീരൂ. അതാണ് ആത്മാവ്, പരമ്പൊരുള്, വിരാട് പുരുഷനായിട്ട് വിശ്വരൂപനായിട്ട് തൻ്റെ മുൻപിൽ നിൽക്കുന്നതായിട്ട് അർജുനൻ കാണുന്നത്. ത്വമസ്യ വിശ്വസ്യ പരം നിധാനം, ആ വാക്കിൽ വ്യക്തമാണ് ഈ വിശ്വത്തിൻ്റെ ആധാരം അവിടുന്നാണ് എന്ന് ഞാൻ അറിയുന്നു എന്ന് സാരം. 18ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയ ശാശ്വതധർമ്മഗോപ്താ സനാതനസ്ത്വം പുരുഷോ മതോ മേ. ശ്ലോകം 19. അനാദിമധ്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുദാശവക്ത്രം സ്വതേജസാ വിശ്വമിദം തപന്തം. അനാദിമധ്യാന്തം, ആദിമധ്യാന്തരഹിതനും അനന്തവീര്യം, അളക്കാൻ പറ്റാത്ത പ്രഭയോടുകൂടിയവനായും, അനന്തബാഹും, അസംഖ്യം കൈകളോടുകൂടിയവനായും, ശശിസൂര്യനേത്രം, സൂര്യചന്ദ്രന്മാരാകുന്ന കണ്ണുകളോടുകൂടിയവനായും, സൂര്യനും ചന്ദ്രനും കണ്ണുകളായിട്ടാണ് കാണുന്നത് ഇവിടെ. സ്വതേജസ ഇതം വിശ്വം, സ്വതേജസ് കൊണ്ട് ഈ വിശ്വത്തെ തപന്തം, തപിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനായി, ത്വാം പശ്യാമി, നിന്തിരുവടിയെ ഞാൻ കാണുന്നു, ഞാൻ അറിയുന്നു. ആദിയും അന്തവുമില്ലാത്ത അളവറ്റ ശോഭയോടുകൂടിയവനായും, അസംഖ്യം കൈകളോടും കണ്ണുകളോ സൂര്യചന്ദ്രന്മാരായിട്ട്, മാത്രമല്ല സ്വതേജസ് കൊണ്ട് ഈ വിശ്വത്തെ തപിപ്പിക്കുന്നവനായി ഞാൻ അങ്ങയെ കാണുന്നു എന്ന്. സ്വതേജസാ വിശ്വമിദം തപന്തം, എല്ലാ ജീവരാശികളുടെയും ഉള്ളിലെ ചൈതന്യമായും
പുറമേയുള്ള എല്ലാ അനുഭവങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നത് ആ ഉള്ളിലെ പ്രകാശമാണ്, ആ ഉള്ളിലെ ചൈതന്യമാണ്. മാത്രമല്ല ജഗത്തിൽ ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായ ചൂട് പ്രദാനം ചെയ്യുന്നതും ആ തേജോമയൻ തന്നെയാണ് അല്ലേ. 19ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. അനാദിമധ്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുദാശവക്ത്രം സ്വതേജസാ വിശ്വമിദം തപന്തം. ശ്ലോകം 20. ദ്യാവാ പൃഥിവ്യോരിദമന്തരം ഹി വ്യാപ്തം ത്വയൈകേന ദിശശ്ച സർവാ ദൃഷ്ട്വാദ്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവ്യഥിതം മഹാത്മൻ. ദ്യാവാ പൃഥിവ്യോ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇതം അനന്തം ഇടയ്ക്കുള്ള സ്ഥലം മുഴുവനും സർവാ ദിശ എല്ലാ ദിക്കിലും ത്വയാ ഏകേന വ്യാപ്ത ഹി നിന്തിരുവടി തന്നെ നിറഞ്ഞിരിക്കുന്നു, അവിടുന്ന് തന്നെ വ്യാപിച്ചിരിക്കുന്നു. അത്ഭുതം ഉഗ്രം അത്ഭുതകരവും ഭയാനകവുമായ തവ ഇതം രൂപം ദൃഷ്ട്വ അവിടുത്തെ ആ രൂപം കണ്ടിട്ട് മഹാത്മൻ അല്ലയോ ഭഗവാനെ ലോകത്രയം പ്രവ്യഥിതം 3 ലോകവും വല്ലാതെ പേടിച്ചരണ്ടു പോയിരിക്കുന്നു എന്ന്. ആകാശത്തിനും ഭൂമിക്കും ഇടയ്ക്കുള്ള സ്ഥലം മുഴുവൻ മാത്രമല്ല സർവ്വദിക്കിലും അവിടുന്ന് നിറഞ്ഞിരിക്കുന്നതായിട്ട് അത്ഭുതകരവും ഭയാനകവുമായ ആ രൂപം കണ്ട് ഭഗവാനെ 3 ലോകവും വല്ലാതെ പേടിച്ചു പോയിരിക്കുന്നു. എല്ലാ ദിക്കിലും ആ പരമാത്മാവ് വ്യാപിച്ചിരിക്കുന്നതായിട്ടാണ് അർജുനൻ കാണുന്നത്. അത്ഭുതകരവും ഭയാനകവുമായ ഈ രൂപം കണ്ട് ലോകം നടുങ്ങിയതായിട്ടാണ് അർജുനന് തോന്നിയത്. അതായത് സ്വന്തം മാനസികാവസ്ഥയനുസരിച്ച് എല്ലാവരും നമുക്ക് ചുറ്റുമുള്ളതുമൊക്കെ അതുപോലെയാണ് എന്ന് നമുക്ക് തോന്നും എന്ന് പറഞ്ഞതുപോലെ അർജുനൻ്റെ ആ ഭയപ്പാടും പേടിയും ആശങ്കയും ഒക്കെ ചുറ്റുപാടിലും വ്യാപിച്ചിരിക്കുന്നതായിട്ട് അർജുനന് തോന്നി എന്ന്. 20ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ദ്യാവാ പൃഥിവ്യോരിദമന്തരം ഹി വ്യാപ്തം ത്വയൈകേന ദിശശ്ച സർവാ ദൃഷ്ട്വാദ്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവ്യഥിതം മഹാത്മൻ. ശ്ലോകം 21. അമീഹി ത്വാം സുരസംഘാ വിശന്തി കേചിത് ഭീതാ പ്രാഞ്ജലയോ ഗൃണന്തി സ്വസ്തീത്യുക്ത്വാ മഹർഷി സിദ്ധസംഘാ സ്തുവന്തി ത്വാം സ്തുതിഭിഃ പുഷ്കലാഭിഃ. അമീ സുരസംഘാ ഹി ഈ ദേവസമൂഹങ്ങളാവട്ടെ ത്വാം വിശന്തി നിന്തിരുവടിയെ പ്രാപിക്കുന്നു. കേചിത് ഭീത ചിലർ പേടിച്ച് പ്രാഞ്ജലയ ഗൃണന്തി അതായത് കൂപ്പുകൈകളോടെ മഹർഷി സിദ്ധസംഘ മഹർഷിമാരും സിദ്ധന്മാരും സ്വസ്തി ഇതി ഉക്ത്വ അതായത് മംഗളം ഭവിക്കട്ടെ എന്ന് ആശംസിച്ച് പുഷ്കലാഭി സ്തുതിഭി ദിവ്യസ്തോത്രങ്ങളൊക്കെ ജപിച്ച് ത്വാം സ്തുവന്തി നിന്തിരുവടിയെ സ്തുതിക്കുന്നു കീർത്തിക്കുന്നു എന്ന്. ദേവാംശ സംഭവന്മാരെല്ലാം അങ്ങേ പ്രാപിക്കുന്നു. ചിലരാവട്ടെ കൂപ്പുകൈകളോടെ പ്രാർത്ഥിക്കുന്നു. മഹർഷിമാരും സിദ്ധന്മാരും ദിവ്യസ്തോത്രങ്ങളൊക്കെ ചൊല്ലി മംഗളം ഭവിക്കട്ടെ എന്ന് ആശംസിച്ച് സ്തുതിക്കുന്നു എന്ന്. സുരസംഘം അതായത് ഈ ദേവാംശ സംഭവന്മാർ ഭീഷ്മാദികൾ എന്നർത്ഥം അങ്ങയുടെ ശരീരത്തിൽ കയറി അപ്രത്യക്ഷമായി ആവുന്നതായിട്ടാണ് അർജുനന് തോന്നുന്നത്. അതേപോലെ മഹർഷിമാരും സിദ്ധന്മാരും ഒക്കെ കൂപ്പുകൈകളോടെ സ്തുതിക്കുന്നു ആ വിശ്വരൂപം കണ്ട് എന്ന്. 21ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. അമീഹി ത്വാം സുരസംഘാ വിശന്തി കേചിത് ഭീതാ പ്രാഞ്ജലയോ ഗൃണന്തി സ്വസ്തീത്യുക്ത്വാ മഹർഷി സിദ്ധസംഘാ സ്തുവന്തി ത്വാം സ്തുതിഭിഃ പുഷ്കലാഭിഃ. വിശ്വരൂപത്തെ ആകാശത്ത് നിന്ന് നോക്കിക്കാണുന്ന ദേവന്മാരുടെ പ്രതികരണമാണ് 22ാമത്തെ ശ്ലോകത്തിൽ. അത് അടുത്ത ഭാഗത്ത് നോക്കാം. ഇന്നിവിടെ നിർത്തുന്നു. നമസ്കാരം.